ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് വളരെ അകലെയാണ്. നമുക്കറിയാം, ഇന്ന് വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. ഒറിജിനേക്കാൾ വലിയ ഡ്യൂപ്ലിക്കേറ്റുകളാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളും ഡ്യൂപ്ലിക്കേറ്റുകളാണോ എന്നൊരു ചോദ്യമാണ്. ഇവിടെ ഒരു സ്വഭാവം, പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റൊരു സ്വഭാവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനലാണോ എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? കുർബാന ഇങ്ങനെയാണ് പോകും, ഞാനിങ്ങനെ ഈ വഴി ഇങ്ങനെ പോകും. ഒരു ചെറിയ ഉദാഹരണം ചിന്തിച്ചാൽ മതി. 2 വായനകൾ കഴിഞ്ഞു. ഒന്ന് ആത്മശോധന ചെയ്തു നോക്കി, ഈ 2 വായനകൾ എവിടെ നിന്നാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനലാണോ? ഈ 2 വായനകൾ ഏത് ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നതെന്ന്, അത് വായനയുടെ അർത്ഥം എന്താണെന്ന് ഈ കടന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണ്? അവിടെ നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോകും, വചനം ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതവുമായിട്ട്. അധരം കൊണ്ട് നമ്മളിങ്ങനെ ബഹുമാനിക്കുന്നു, അധരം കൊണ്ട് നമ്മളിങ്ങനെ അമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഇങ്ങനെയുണ്ട് പൊക്കോളും സാധനം, അത് നമുക്കറിയാതെ ഇങ്ങനെയുണ്ട്. പക്ഷേ ഹൃദയം തൊടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. ഹൃദയം തൊടുന്നില്ല, മുട്ടുകുത്തുന്നു. മറ്റുള്ളവരിങ്ങനെ മുട്ടുന്നു, നമ്മളിങ്ങനെ അറിയാതെ മുട്ടുകുത്തുന്നു. നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഇതാണ്. ചില വ്യക്തികളുണ്ട്, ഒരു പ്രാർത്ഥന പോലും വിടാൻ അവർ അനുവദിക്കില്ല. ഒരു പ്രാർത്ഥന പോലെ സങ്കീർത്തനെല്ലാം, എന്നാ ചെല്ലിയ പ്രാർത്ഥനകൾ എന്തെങ്കിലും ഹൃദയത്തിൽ തട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തട്ടിയിട്ടുണ്ടാകില്ല. ഇങ്ങനെ ചൊല്ലി ഇങ്ങനെയോട് പൊക്കോളും, കൂട്ടി 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 ഇങ്ങനെ പൊക്കോളും. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത്, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ വേണ്ടിയാണോ, ഒറിജിനൽ ആകാൻ വേണ്ടിയാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്ന് ഒറിജിനലായിക്കൂടെ? കുന്നംകുളത്തുനിന്ന് വരുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നത് കുന്നംകുളത്തുകാരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇങ്ങനെ കുറേ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങാറുണ്ട്. ചൈനക്കാരും ഇതുപോലെ കുറേ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറങ്ങാം. നമ്മൾ ഈ പ്രൊഡക്റ്റുകളാണോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാം. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എൻ്റെ ആരാധനകൾ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ദൈവവുമായിട്ട് ഹൃദയം തൊടുന്ന പ്രാർത്ഥനകളായിട്ട് മാറുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ആ മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞു പോയി, വിശദീകരണത്തിൻ്റെ ബലിപീഠമാകുമ്പോൾ നമ്മൾ ഓർക്കുന്നു, നമ്മൾ ഇറങ്ങിപ്പോകും. അത്രയേ ഉള്ളൂ. ഈ കുടുംബത്തിലായാലും ഇത് തന്നെയാണ്. ഭർത്താവ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറുന്നുണ്ടോ? ഭാര്യ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറുന്നുണ്ടോ? അഭിനയം കാഴ്ചവെക്കുമ്പോൾ, 2 ഹൃദയമായിട്ട് മാറുമ്പോൾ, പൂർണ്ണമായിട്ട് സ്നേഹിക്കാതെ വരുമ്പോൾ, ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പെരുമാറുമ്പോൾ, എൻ്റെ ഭാര്യയോട് പെരുമാറുമ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നീ ഡ്യൂപ്ലിക്കേറ്റ് ആകാനല്ല, ഹൃദയം തൊടുമ്പോഴാണ് നീ ഒറിജിനലായിട്ട് മാറും. ഇനിയുള്ള ബലിയാകാം, പ്രാർത്ഥനകളാകാം, ഹൃദയം തൊട്ട് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കട്ടെ.